ഹായ് എവ്രി വൺ, ഹൗ ആർ യു ഓൾ? പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ നൗൺസിനെ പറ്റിയിട്ടും അതിൻ്റെ വെറൈറ്റീസ്, കാറ്റഗറീസ്, അതിൻ്റെ യൂസസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ പറയുന്നത് പ്രോണൗണിനെ പറ്റിയിട്ടാണ്. നൗൺ എന്ന് പറയുമ്പോൾ നെയിം അല്ലെങ്കിൽ പേര് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ പ്രോനൗൺ എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെ എല്ലാം ഉണ്ട്. പ്രോനൗൺ പറഞ്ഞാൽ ഫോർനൗൺ എന്ന് ഓർത്താൽ മതിയാവും. Then we discussing about the definition of pronoun. A pronoun is a word that is used instead of noun. ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന പദമാണ് പ്രോണൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ: ഐ, മീ, യു, ഷീ, ഹി, ഇറ്റ്, ദേ. എക്സാമ്പിൾ നോക്കാം. പ്രീതി ഈസ് എ ടീച്ചർ. പ്രീതി ഈസ് വെരി ക്രിയേറ്റീവ്. പ്രീതി ലവ് പ്രീതിസ് ജോബ്. 3 സെൻറ്റൻസ് ആണ്. വെൻ വി ആഡിങ് പ്രോണൗൺ ഹെർ, ഇവിടെ നമ്മൾ പ്രോണൗൺ കൊടുക്കുകയാണെങ്കിൽ പ്രീതി ഈസ് എ ടീച്ചർ, ഷീ ഈസ് വെരി ക്രിയേറ്റീവ്, ഷീ ലവ്സ് ഹെർ ജോബ്. അതായത് പ്രീതി എന്ന് റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം ഷീ എന്ന പ്രോണൗൺ യൂസ് ചെയ്തു അല്ലേ. ഷീ ഈസ് വെരി ക്രിയേറ്റീവ്. ദെൻ ലാസ്റ്റ് സെൻറ്റൻസിൽ പ്രീതി ലവ് പ്രീതിസ് ജോബിന് പകരം ഷീ ലവ്സ് ഹെർ ജോബ് എന്നാക്കി. അപ്പോൾ പ്രോണൗൺ എന്ന് പറയണത് നമുക്ക് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? റിപ്പീറ്റേഷൻ ഓഫ് സെയിം നൗൺ. അപ്പോൾ നമുക്കത് അവോയ്ഡ് ചെയ്യാനാണ് പ്രോണൗൺ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഇതെല്ലാം പേഴ്സണൽ പ്രോണൗൺസ് ആണ്. ഫസ്റ്റ് പേഴ്സൺ, ദ പ്രോണൗൺസ് സ്റ്റാൻഡ്സ് ഫോർ ദ പേഴ്സൺ ഹൂ സ്പീക്കിംഗ്. സംസാരിക്കുന്ന വ്യക്തിയെ പരാമർശിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പേഴ്സൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ: ഐ, മൈ, മൈൻ, മീ, വി, അവർ, അവേഴ്സ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഐ ആം പ്രീതി. യു ഗേവ് മീ എ ഫ്ലവർ. വി ഹാവ് എ വില്ല. ഷീ സോ അസ്. ഇവിടെ നോക്കൂ. ഐ ഫസ്റ്റത്തെ സെൻറ്റൻസിൽ ഐ, സെക്കൻഡ്സിൽ വരുമ്പോൾ മീ, തേർഡ് സെൻറ്റൻസ് വി ഹാവ് എ വില്ല, അതിൽ വി, ഷീ സോ അസ്, അതിലേതാ വരിക? ഷീ. ഇതെല്ലാം ഫസ്റ്റ് പ്രോണൗൺ ആണ്. നെക്സ്റ്റ് വൺ ഈസ് സെക്കൻഡ് പേഴ്സൺ. ദ പ്രോണൗൺസ് സിഗ്നിഫൈ ദ പേഴ്സൺ സ്പോക്കൺ ടു. ഹൂ ഈസ് സെക്കൻഡ് പേഴ്സൺ? ആരോടാണോ സംസാരിക്കുന്നത് അയാളെ കുറിക്കുന്ന സർവനാമത്തെ നമുക്ക് എന്ത് പറയാം? സെക്കൻഡ് പേഴ്സൺ എന്ന് പറയാം. അതായത് സെക്കൻഡാണ് അല്ലേ. യു, യുവർ അല്ലേ. ഓക്കെ. ഐ ഗേവ് യു എ പെൻ. ദിസ് ഈസ് യുവർ സീറ്റ്. യു ഹാവ് ടു ഡു ദിസ് വർക്ക്. ഇവിടെ യു ആൻഡ് യു ആർ ദ സെക്കൻഡ് പ്രോണൗൺ. നെക്സ്റ്റ് വൺ ഈസ് തേർഡ് പേഴ്സൺ. The pronouns stand for the persons spoken about. They are third person. ആരെ പറ്റിയാണോ നമ്മൾ സംസാരിക്കുന്നത് ആ ആളെ പരാമർശിക്കാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾ: ഹി, ഷീ, ഹിസ്, ഹെർ, ഹിം, ഇറ്റ്, ദേ. ഹി ഹാസ് എ ഡോഗ്. ഇറ്റ് ഈസ് എ ബുക്ക്. ദേ ആർ ഗേൾസ്. ഇവിടെ നോക്കൂ. ഹി, ഇറ്റ്, ഇതൊക്കെയാണ് തേർഡ് പ്രോണൗണായിട്ട് നമുക്ക് വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അഡ്ജക്റ്റീവ്സ്, നാമവിശേഷണം. അഡ്ജക്റ്റീവ്. ആൻ അഡ്ജക്റ്റീവ് ഡിസ്ക്രൈബ്സ് ഓർ മോഡിഫൈസ് നൗൺ. നാമത്തെ വിശേഷിപ്പിക്കുന്നതിനായി ആ നാമത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന പദമാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ: മഞ്ജു ഈസ് എ ക്ലവർ ഗേൾ. ക്ലവർ ഈസ് എൻ അഡ്ജക്റ്റീവ് ഹെർ. ഇവിടെ എക്സാമ്പിൾ നോക്കൂ. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്. ഷീ ലിവ് ഇൻ ഓൾഡ് ഹൗസ്. ബ്യൂട്ടിഫുള്ളും ഓൾഡും ആണ് ഇവിടെ അഡ്ജക്റ്റീവായി വരുന്നത്. ഈ 2 സെൻറ്റൻസിലും നൗണിന് തൊട്ട് മുമ്പായാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഡ്ജക്റ്റീവ് വരുന്നത്. നെക്സ്റ്റ് വേറെ 2 എക്സാമ്പിൾസ് നോക്കൂ. ദീസ് ആർ എക്സ്പെൻസീവ്. ഷീ ഈസ് ക്ലെവർ.
ഇവിടെ എക്സ്പെൻസീവും ക്ലെവറാണ് അഡ്ജക്റ്റീവായി വരുന്നത്. നെക്സ്റ്റ് വൺ ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണ്. വി ക്യാൻ യൂസ് അഡ്ജക്റ്റീവ് ആസ് എ ഡിഗ്രി ഓഫ് കമ്പാരിസൺ ദാറ്റ് കമ്പയർ വൺ തിങ് പേഴ്സൺ ടു അനദർ. അതായത് ഡിഗ്രി ഓഫ് കമ്പാരിസൺ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ വരുന്നത് നോക്കൂ. ടോം ഈസ് ടാളർ ദാൻ ഹിസ് ഫ്രണ്ട്. കമ്പാരിസൺ താരതമ്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പാരിസൺ എന്ന് പറയുന്നത്.